പി ജയരാജനെ പുകഴ്ത്തി കണ്ണൂരിൽ ഫ്ലെക്സ് ബോർഡുകൾ. തൂണിലും തുരുമ്പിലും ദൈവമെന്ന പോലെ ജനമനസ്സിലുള്ള സഖാവ് എന്നാണ് ഫ്ലെക്സിലെ വാചകം. CPM ശക്തി കേന്ദ്രങ്ങളായ കാക്കോത്ത്, RV, മെട്ട എന്നീ ഭാഗങ്ങളിലാണ് ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. ഫെലിക്സ് പുളിക്കൽ വിവരങ്ങളുമായിട്ട്. ഫെലിക്സ്, പി ജയരാജൻ ആർമി ഇപ്പോൾ അത് നിശബ്ദമാണെന്ന് കേട്ടിരുന്നു. അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്ന നേരത്തെയും പാട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പല നേതാക്കളെയും ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്? സ്വാഭാവികമായിട്ടും ദിവിഷ്, എനിക്ക് തോന്നുന്നത് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് അദ്ദേഹം എത്തപ്പെടാത്തതിലുള്ള വിഷമമാണോ? സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും അദ്ദേഹം എത്തപ്പെട്ടിട്ടില്ല, കേന്ദ്ര കമ്മിറ്റിയിലും അദ്ദേഹം എത്തപ്പെട്ടിട്ടില്ല. കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തിയിട്ടുള്ള പലരും അദ്ദേഹത്തെക്കാൾ വളരെ ജൂനിയറാണ്. ആ ഒരു വികാരം കൂടിയാണോ ഫെലിക്സ് ഇപ്പോൾ ഇത്തരമൊരു വികാര പ്രകടനത്തിലേക്ക് പാർട്ടി അണികളെ എത്തിച്ചിരിക്കുന്നത്? മാർഷല്, മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന വേളയിൽ കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെയൊരു ഫ്ലെക്സ് ബോർഡ് കണ്ണൂരിലെ കാക്കോത്ത്, ഒപ്പം തന്നെ RV, മെട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. അതായത് CPM-ൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ്. അതിലെ വരികൾ നേരത്തെ ദിവിഷ് വായിച്ച പോലെ തന്നെ ജനമനസ്സുകളിൽ എന്നും, അതായത് ഒരു തൂണിലും തുരുമ്പിലും ദൈവം എന്ന പോലെ മണ്ണിലും ജനമനസ്സിലും എന്നും ഉണ്ടാകുന്നൊരു നേതാവാണ് പി ജയരാജൻ എന്നതാണ് അതിലെ കുറിച്ചിരിക്കുന്ന വരികൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാർഷൽ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ 27 വർഷമായി CPM-ൻ്റെ സംസ്ഥാന സമിതിയിലുള്ള വ്യക്തിയാണ് പി ജയരാജൻ. പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ സമ്മേളന സമയത്ത് പോലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയില്ല. പി ജയരാജൻ്റെ മകൻ ജെയിൻ രാജ് ഇത് സംബന്ധിച്ച പരോക്ഷ ചില വിമർശനങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ ചില സ്റ്റാറ്റസുകളൊക്കെ തന്നെ പങ്കുവച്ചത് ആ സമയത്ത് വലിയ ചർച്ചയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് നടക്കുന്നു. കേന്ദ്ര കമ്മിറ്റിയിലേക്കോ പി ജയരാജനെ പരിഗണിച്ചുമില്ല, അത് പരിഗണിക്കില്ല എന്ന് ഉറപ്പായിരുന്നു. ഏതായാലും അതൊക്കെ തന്നെയാകാം ഇങ്ങനെയൊരു ഫ്ലെക്സ് ബോർഡ്, അല്ലെങ്കിൽ പി ജെ അനുകൂലികളുടെ ഭാഗത്തു നിന്നുള്ള വികാരം എന്ന് വേണം ഈ ഫ്ലെക്സിൽ നിന്ന് മനസ്സിലാക്കാൻ. കണ്ണൂരിലെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിലെ CPM അണികളിൽ ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള നേതാവ് പി ജയരാജൻ തന്നെയാണ്. പലപ്പോഴായി അതവർ പ്രകടിപ്പിച്ചതാണ്. അതിന് പി ജയരാജന് ഈ വ്യക്തിപൂജയുടെ പേരിൽ നടപടി അടക്കം നേരിടുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന വേളയിലാണ് ഇങ്ങനെയൊരു ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെടുന്നത്. തീർച്ചയായിട്ടും ഫെലിക്സ്, അത് പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന അവഗണനയുണ്ടായില്ലേ? വാചകം കൂടി ശ്രദ്ധിക്കണം. തൂണിലും തുരുമ്പിലും ദൈവം. വിശ്വാസികളായിട്ടുള്ള പാർട്ടിക്കാർ ഒരുപാടുണ്ട്.